ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞാലും ആ പ്രപഞ്ച സത്യത്തെ മറികടക്കാനാകില്ല. എന്നാൽ മരണം നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഭൂമിയിൽ. വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നിയാലും സംഗതി സത്യമാണ്. ഭൂമിയിലെ ഏറ്റവും വടക്കേ അറ്റത്തെ മനുഷ്യവാസമുള്ള സ്ഥലമായ നോർവേയിലെ സ്വാൽബോർഡ് ദ്വീപ് സമൂഹത്തിൻ്റെ തലസ്ഥാനമായ ലോംഗിയർബൈൻ ആണ് ഇത്തരത്തിൽ ആരും മരിക്കാത്ത നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. 1917-നും 1920-നും ഇടയിൽ ഇവിടെ ഒരു പകർച്ചവ്യാധി ബാധിച്ചിരുന്നു. അന്ന് മരിച്ച ആളുകളുടെ ശവശരീരങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും ഒരു കേടുപാടും കൂടാതെ മണ്ണിനടിയിലുണ്ടെന്ന് കണ്ടെത്തി. ഈ ശരീരങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ പകർച്ചവ്യാധി തിരിച്ചു വന്നാലോ എന്നതായി പിന്നീടുള്ള അവരുടെ ഭയം. തുടർന്ന് 1950-ൽ നഗരപരിധിക്കുള്ളിൽ മരിക്കുന്നതും സംസ്കരിക്കുന്നതും നിയമവിരുദ്ധമാക്കി നോർവീജിയൻ സർക്കാർ നിയമം പാസാക്കി. അതായത് കഴിഞ്ഞ 70 വർഷത്തിലേറെയായി ഇവിടെ ഒരു മൃതദേഹം പോലും അടക്കം ചെയ്തിട്ടില്ല. താഴ്ന്ന താപനിലയും പെർമാഫ്രോസ്റ്റും കാരണം മൃതദേഹങ്ങൾ ജീർണിക്കില്ല എന്നതാണ് ഇതിന് കാരണം. ഇവിടെ മരണപ്പെടുന്നവരുടെ ഭൗതിക ശരീരം മറ്റ് നഗരങ്ങളിൽ അടക്കുന്നതും ശവശരീരങ്ങൾ കത്തിച്ച ശേഷം ചാരമടക്കം ചെയ്യുന്ന രീതിയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മരണം പോലെ തന്നെ ജനനത്തിനും ഇവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾ പ്രസവത്തിന് 3 ആഴ്ച മുൻപ് ഇവിടെ നിന്ന് നോർവീജിയൻ മെയിൻലാൻഡിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നു. പ്രസവ സമയത്ത് എന്തെങ്കിലും സങ്കീർണത നേരിട്ടാൽ അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ദ്വീപിലെ ചെറിയ ആശുപത്രികളിൽ ഇല്ല എന്നതാണ് ഇതിന് കാരണം. ഇവിടുത്തെ കാലാവസ്ഥയും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഏപ്രിൽ 18 മുതൽ ഓഗസ്റ്റ് 23 വരെയുള്ള 127 ദിവസം അർദ്ധരാത്രിയും ഇവിടെ സൂര്യനെ കാണാം. ഒക്ടോബർ 27 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള 111 ദിവസം ധ്രുവരാത്രികളാണ്. ഈ സമയത്ത് ഇവിടെ ഇരുട്ടു മാത്രമേ ഉണ്ടാകൂ. പൂച്ചകൾക്കും വിലക്കുണ്ട് എന്നതാണ് ഈ നഗരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. സ്വാൽബാർഡിലെ അപൂർവയിനം പക്ഷികളെ പൂച്ചകൾ ഭക്ഷിക്കും എന്നതിനാലാണ് ഇത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ മനുഷ്യരെക്കാൾ ഹിമക്കരടികൾ അധിവസിക്കുന്ന ഭൂപ്രദേശം കൂടിയാണിത്. 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 2500ഓളം പേർ താമസിക്കുന്ന ഇവിടെ 3000ഓളം ഹിമക്കരടികളുണ്ട്. ഏത് സമയത്തും ഇവയുടെ ആക്രമണം ഉണ്ടാകാമെന്നതിനാൽ സ്വയരക്ഷയ്ക്കായി പ്രദേശവാസികൾ എപ്പോഴും ആയുധങ്ങളും കയ്യിൽ കരുതാറുണ്ട്. രസകരമായ മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.